വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ലീവൊക്കെ ആയതുകൊണ്ട് സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ്. എവിടെയാണ് ഗൈസ് നമ്മുടെ സ്റ്റേക്കേഷൻ? ചിന്നമ്മാൻ്റെ വീട്ടിൽ. യെസ്, ചിന്നമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, പെരിക്കലൂരാണ് ചിന്നാനിയുടെ വീട്. അപ്പം ബാക്കി കാണാം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പം നടന്നാണ് ആദ്യമായിട്ടായിരിക്കും സ്റ്റേക്കേഷന് നടന്ന് ഒരു വീട്ടിലോട്ട് പോകുന്നത്. നമ്മളായിരിക്കും എല്ലാവരും തന്നെ നടന്നാ പോകുന്നത്. മരിക്ക് ഭ്രാന്തായതുകൊണ്ട് ആരും ചെയ്യത്തില്ല ഇങ്ങനത്തെ. ഓക്കെ. അപ്പൊ ഗൈസ് ഞങ്ങള് കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് നമുക്കങ്ങ് എല്ലാരും ഒന്നിച്ച് വരുന്നില്ലായിരുന്നു. അതെ, ചുറ്റി മാത്രം ഇല്ലാത്തോണ്ട് കേട്ടോ, ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. വൈബ് വരാതെ എനിക്കൊന്നും സെറ്റ് ആവത്തില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായേ ഉള്ളൂ, ഇനിയും ദൂരങ്ങൾ നടക്കാനിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയോ പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക, എന്താന്ന് പോലും അറിയത്തില്ല. തന്നെ പറയുന്നത് തന്നെ ചിരിക്കുന്നു. മെയ് മാസം ഓ, അതേത് മണ്ടനും മനസ്സിലാകും. അപ്പൊ ഗൈസ് നീ ഒത്തിരി എന്നെ മണ്ടിയാകല്ലേ കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ സ്റ്റേക്കേഷന് പോവുകയാണ്. സ്റ്റേക്കേഷൻ ചിന്നാൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ ആൻറ്റിയുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഗേൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ 4 ഗേൾസേ ഉള്ളൂ നടക്കുന്നത്. ഒരുത്തി വരുന്നേ ഉള്ളൂ. ഒരുത്തി ബൈക്കിന് ഭയങ്കര ലക്ഷറി ആയിട്ട് വരുന്നതാണ്. അവളുടെ കാലിന് ഞാൻ ചെറിയൊരു പണി കൊടുത്തിട്ട് അവൾ ബൈക്കിന് വരും. ഞങ്ങൾ പയ്യെ നടക്കാൻ തുടങ്ങുന്നു. സോ ഇത്രേ ഉള്ളൂ. ഗൈസ് അങ്ങനെ വഴി സൈഡ് വെച്ച് നമ്മുടെ ഡാഡീനെ കണ്ടിരിക്കുന്നു, നടുക്ക് വെച്ച്. ഹായ് ഗൈസ്, അച്ചാ ഒരു വീട്ടമ്മയുടെ കരുത്. അമ്മ വീട്ടിലില്ലതേ ഉള്ളൂ. വീട്ടിലെന്താണ് ഗൈസ്? അപ്പം നമ്മൾ നടന്ന് കിലോമീറ്ററുകൾ നടന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് റീച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചിന്നമാരിയുടെ വീടെത്തി ഗൈസ്. ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ ചിന്നാനിയുടെ വീട്. നോക്കൂ എന്തോരം പുഷ്പങ്ങളാണെന്ന്. തളർന്ന് കുത്തിയിരിക്കുന്ന ചേച്ചിമാരുണ്ട്. തളർന്ന് മടുത്തു. ആന്റി പോയി നമുക്ക് ഇവിടെ നിരന്ന് കിടക്കാം. എന്നിട്ട് ഇവിടുന്ന് അടിച്ച് നാളെ പള്ളി. അങ്ങനെ നമ്മുടെ ആന്റി വന്നു ഗൈസ്. എനിക്ക് നിനക്ക് ഒരേ പ്രായമില്ലായിരുന്നോ? പിന്നെ ഒന്നുമില്ല, നീ ഒരു 2 മാസത്തിന് അല്ല, ഒരു വയസ്സിന് 10 മാസത്തിന് മരു കീറ്റിക്കൊണ്ട് വരാം. മരുവല്ലേ മരു പണ്ട് വീടിട്ട് ഇറങ്ങി പോയത് പെട്ടി. എന്നിട്ട് കൊള്ളിനിടെ പോയിരിക്കും. അന്വേഷിക്കാൻ പോലും പോകത്തില്ല. പിന്നെ എന്റെ മരുവിന്റെ മെയിൻ കളിക്കുന്ന സ്പോട്ട് ഏതാണെന്നറിയോ? മറ്റേ നമ്മുടെ തേക്കില്ലായിരുന്നോ? മറ്റേ വലിയ തേക്ക്, അതിന്റെ പാറയിലായിരുന്നു എന്റെ വേണ്ടിയുടെ സ്ഥിരം കളിസ്ഥലം. എവിടെയും എന്റെ മെമ്മറി
എന്തുവോ കൊറേ ഷഡിയൊക്കെ എടുത്തിട്ട് ഒരു ഡ്രസ്സും കാണുന്ന മാത്രം ഞാനുണ്ടല്ലോ ഇച്ചിരി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഇങ്ങനെ ഏത് ബാഗ് എടുത്തിട്ട് അവളുടെ സ്കൂളിൽ പോയി അതെടുത്തത് അവള് നടന്നു കുറച്ച് ദൂരം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ നമ്മള് താഴെ ഇല്ലായിരുന്നോ പഴയ വീട് അവിടുന്ന് കുറച്ച് നമ്മളൊന്ന് ചോദ്യത്തായി വിളിച്ചു എന്നിട്ട് എന്തായാലും നീ കണ്ടോണ്ടിരുന്നോളല്ലേ പോയില്ലെങ്കിൽ നീ പോകും ചേട്ടായി പേടിപ്പിച്ചാണ് മോളത്തെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് മോളത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞിപ്പോയോ മോളത്തെ വീട്ടിൽ മറ്റേ സാരം ഇല്ലല്ലോ ക്യാമറ ഇട്ടില്ലേ മതിയടി മെമ്മറി അപ്പൊ ഗൈസ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ് വേറെ അവരെ കണ്ടാലും നമ്മള് ഫോട്ടോ എടുക്കൂലോ അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് ആൻറ്റി സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബിരിയാണിയാണ് ബിരിയാണി അല്ല നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ അച്ചാറുണ്ട് ആൻറ്റി സ്പെഷ്യലായിട്ട് നല്ല അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കും അങ്ങനെ വരുവോ അച്ചാർ എങ്ങനെയുണ്ട് സൂപ്പർ ആൻറ്റിയുടെ അച്ചാർ സ്പെഷ്യലാണ് ഈ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സൂപ്പറാണോ സൂപ്പറായിരുന്നു ചിറ്റിമോൾ സൂപ്പറായിരുന്നു അടിപൊളി ഇതാണ് നമ്മുടെ ആൻറ്റി നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി നമ്മള് ചുമ്മാ ഇരിക്കാൻ പോവാണ് ഇത് തന്നെ പണി എനർജി ഇല്ലാത്തന്ന് അപ്പൊ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങള് കുറെ നേരം സംസാരിച്ചിരുന്നു ഭയങ്കര കോമഡി ഒക്കെ പറഞ്ഞിരുന്നു അപ്പം നാളെ സൺഡേ ആണ് അപ്പം നാളെ പള്ളി പോകണം അപ്പൊ നമ്മൾ 5:30 എടുത്ത് അടുത്ത ഉളവ് കൊണ്ടുവന്നായിരിക്കും അപ്പം അതുവരെ see you good night bye ഫോട്ടോ എടുത്തോ സോ ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം നമ്മൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റു ഡിയോണൊക്കെ ഇപ്പോൾ ഉറങ്ങുവാണ് നിലത്ത് കിടക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ കട്ടിലയിലാണ് കിടന്നത് അവരുമാര് താഴെയാണ് കിടന്നത് അപ്പം നമ്മൾ ഇനി എഴുതിട്ട് പള്ളി പോവാണ് അപ്പൊ നമ്മള് പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ കുഞ്ഞാച്ചന്റെ വീട്ടിലോട്ടാണ് നമ്മൾ കയറിയത് അപ്പൊ അവിടെ നമ്മുടെ ആരുണ്ടാ നമ്മുടെ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇവിടെ ഇങ്ങനെ ഒന്നുമല്ല ഗൈസ് ഭയങ്കര തരികിടയാണ് വീഡിയോ കാണുമ്പോൾ മാത്രം ഇങ്ങനെ ആക്കിയിരിക്കുന്നു നമ്മുടെ ആന്റി ഉണ്ട് ഗൈസ് ആന്റിയുടെ ലീവിന് വന്നതാണ് പിന്നെ ഉണ്ട് എച്ചൂട്ടനുണ്ട് അവരൊക്കെ അകത്ത് കളിക്കുവാണ് ഞങ്ങള് കുഞ്ഞാച്ചൻ കളിച്ചിട്ട് കുഞ്ഞാച്ചൻ ബാക്ക് ക്യാമറ വരത്തില്ലേ എവിടെ കുഞ്ഞാച്ചൻ കാണത്തില്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നാണ് കഴിച്ചത് നല്ല പിടിയും കോഴിക്കറിയില്ലല്ലോ കറിയും കൂട്ടി കഴിച്ചു അടിപൊളിയായിരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുവാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചിന്നമാനി വീട്ടിലോട്ട് പോകും അപ്പൊ നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോക്കൂ ഓക്കെ എന്നാ ബൈ ഗിഫ്റ്റ് പറഞ്ഞേക്കൂ സീ യു ഗൈസ് പറ ഐ മിസ് യു എന്ന് പറ ഐ മിസ് യു എന്ന് പറ അതൊക്കെ ഞങ്ങൾ പറയത്തില്ലേ ഫോട്ടോ എടുത്ത് ഓടിയാണ് അപ്പൊ
നമ്മൾ പള്ളിക്ക് കഴിഞ്ഞ് കുഞ്ഞാച്ചിൻ്റെ വീട്ടിലൊക്കെ കയറി അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ആൻറ്റി നമുക്ക് പൊറോട്ട മേടിച്ച് വെച്ചായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഇത് ആൻറ്റി ഇരിക്കുന്നത് ഗൈസ്. നോക്കൂ, വീണ്ടും ഫുഡ് അടിയാണ് ഞങ്ങൾ. ഈ വരിക തള്ളി കേട്ടുക. ഭയങ്കര ചൂടല്ലേ ഗൈസ്. പറയാനുള്ളൊരു മാനസിക അവസ്ഥ. സോ ഗൈസ്, കുറേ നേരത്തിന് ശേഷം ഞാനൊന്ന് ഉറങ്ങി. ഇവരൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ലഞ്ച് ടൈം. ലഞ്ച് ടൈമിന് ഗീ റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ആൻറ്റിയുടെ സ്പെഷ്യൽ അച്ചാർ, ആൻറ്റി വെള്ളം. கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சி உடம்பில் ஓவியங்கள் அதிசயம், துளை செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதர் இல்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம். 16 வயதான பருவத்தில் எல்லோருக்கும் படர்கின்ற காதல் அதிசயம். பூவுக்குள் ஒளிந்திருக்கும் கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சி உடம்பில் ஓவியங்கள் அதிசயம், துளி செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதர் இல்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். ഞങ്ങളിവിടെ വോളിബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം മരിയ വലിയ കാര്യത്തിൽ വലിയ പ്ലെയറിനെ പോലെ കാണിച്ചത്. അത് നേരെ ഓടിനെ വെക്കട്ടെ. മരിയ തൊട്ടെടുക്കുന്നത് അതാണ് ഞാൻ കാണിച്ചത്. നമ്മുടെ മരു വരുന്നുണ്ട് തോട്ടിയൊക്കെ ആയിട്ട്. പന്തെടുക്ക എന്താവോ? കിട്ടുവോ? മരു എടുക്കുവോ? അതിസാഹസ്യമായി മരു ശ്രമിക്കുവാണ്. എന്താണോ ഈ മരു കാണിക്കുന്നത്? അപ്പോൾ ഗൈസ്, വൈകുന്നേരമായപ്പോൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ കുറേ പുഷ്പങ്ങൾ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്, കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വീട്ടുപണി പോലും ചെയ്യാത്ത ടിറ്റി ഇവിടെ നനയ്ക്കാൻ പോവുകയാണ്. നന നന
നന നന നന നന നന. ഷോർട്സിന് വേണ്ടി ഒരു നല്ലൊരു വീഡിയോ പിടിച്ചു. എടുക്ക മരി ഹായ് പറ. വാ ഹായ്. ഉണ്ട്. ഇതൊക്കെ ആൻറ്റി പിടിപ്പിക്കുന്ന ചെടികളാണ്. സൂപ്പർ അല്ലേ? പൊട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ സ്റ്റേക്കേഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളൊരു വീട്ടിലോട്ട് പോവുകയാണ്. അവനൊരു വീട്ടിലോട്ട് പോവുകയാണ്. ഇതിൽ നമ്മുടെ ഡേ ഇൻ ലൈഫ്, ഫുഡ് വ്ലോഗ്, സ്ലീപ്പ് ഓവർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതെ. ആൻറ്റി ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ബൈ ഗൈസ്. ബൈ.